അഭിലാഷ്, ഞങ്ങളിപ്പോൾ കിളിമാനൂരിലാണ്. കിളിമാനൂരിൽ MC റോഡിന്റെ സമീപത്ത് ആണ് ഞങ്ങളുള്ളത്. ഇവിടെയും വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം ഉമ്മൻചാണ്ടിയുടെ കാണാൻ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഇനിയും ഏറെ സമയമെടുക്കും ഇവിടേക്ക് വിലാപയാത്ര കടന്നു വരാൻ. കാരണം വരുന്ന വഴികളിലെല്ലാം വളരെ സാവധാനം മാത്രം യാത്ര കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. കാരണം മണ്ണന്തലയിൽ നിന്നും യാത്ര പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ഇനിയും ഇവിടെ MC റോഡിലൂടെ ദൂരം പിന്നിട്ടാൽ മാത്രമേ ഇവിടേക്ക് എത്താൻ കഴിയുകയുള്ളൂ. തിരുവനന്തപുരം ജില്ല ഇതുവരെയും പിന്നിട്ടിട്ടില്ല. ഏകദേശം തിരുവനന്തപുരം ജില്ലാ അതിർത്തി മേഖലയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ കിളിമാനൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, ഈ നാട്ടുകാരുണ്ട്, ഇവിടുത്തെ സാധാരണ ജനങ്ങളുണ്ട്. അങ്ങനെ അവർ കാത്തു നിൽക്കുകയാണ്. പോലീസിനും മറ്റും സുരക്ഷ ഒരുക്കുന്നതിലൊക്കെ വലിയ വെല്ലുവിളിയുമുണ്ട്. കാരണം ആ തരത്തിലുള്ള ആൾക്കൂട്ടം ഇവിടേക്ക് വരുന്നു. കടന്നു വരുന്ന വഴികളിലൊക്കെ ഉമ്മൻചാണ്ടിയെ കാത്ത് അത്ര വലിയ ആൾക്കൂട്ടമാണ് സംഘടിക്കുന്നത്. ഒപ്പം ഇനി തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കൊല്ലം ജില്ലാ മേഖലയാണ്. അവിടെയും പ്രവർത്തകർ കാത്തുകയാണ്. ചെറിയ കവലകളിൽ, ചെറിയ ഇടങ്ങളിൽ ഒക്കെ, റോഡിന്റെ സൈഡിലും ഒക്കെ വലിയ തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അവിടെ പ്രത്യേക അനുസ്മരണ പരിപാടിയായിട്ട് ചേരുന്നില്ല, മറിച്ച് അവർ കാത്തു നിൽക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഉമ്മൻചാണ്ടിയുടെ പ്രിയ നേതാവിന്റെ ഫോട്ടോ വെച്ച് അവിടെ പുഷ്പാർച്ചന നടത്തി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഓർത്തെടുക്കുന്ന ഒരു ദിവസമായി, ഒരു അവസരമായി ഇത് മാറുന്നു. ഒപ്പം ആ വിലാപയാത്ര കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കുകൂടി കണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുക, അതിനുള്ള അവസരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. സ്ത്രീകളടക്കമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, അവരൊക്കെ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും നമുക്കറിയാൻ കഴിയുന്നത് ഇനിയും നമുക്ക് മണിക്കൂറുകൾ പിന്നിടേണ്ടതുണ്ട് ഇന്ന് കോട്ടയത്തേക്ക് ഈ വിലാപയാത്ര എത്തിച്ചേരാൻ. പക്ഷേ അത് നേരത്തെ നിശ്ചയിച്ചതാണെങ്കിൽ രാവിലെ 7 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 5 മണിയോടുകൂടി എത്താൻ, അതായത് ഏകദേശം 10 മണിക്കൂർ ചിലവഴിച്ച് അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു പൊതുവിൽ KPCC ഇന്നലെ ആ കണക്കുകൾ എടുത്തപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ് സാഹചര്യം. എന്താണ് സാഹചര്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ചേട്ടാ ഇവിടെ എത്രത്തോളം ആളുകൾ ഉണ്ടാവും? എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇവിടെ ചിറയൻകീഴ് താലൂക്കിന്റെ മുഴുവൻ ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാലും നിരവധി ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള സ്നേഹം, ബഹുമാനം, ആദരവ് അതെല്ലാം കണക്കിലെടുത്ത് തന്നെയാണ് ഈ വന്ന എല്ലാവരും. രാവിലെ ഒരു 7 മണി മുതൽ ഇവിടെ എത്തിച്ചേർന്നവരാണ്. ഇവിടെ നിൽക്കുന്നവരെല്ലാവരും. ഇനിയും ഒരുപാട് പേര് വരാനുണ്ട്. കാരണം അദ്ദേഹം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് KSUവിലൂടെ വരുന്ന സമയത്ത് അദ്ദേഹം തന്ന ഒരുപാട് അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ ഊർജ്ജം, അനുഭവ സമ്പത്ത് അതെല്ലാം ഞങ്ങൾക്ക് പകർന്നു. അതെല്ലാം ഞങ്ങൾ അദ്ദേഹത്തിന്റെ സ്നേഹത്തോടു കൂടി കൊണ്ടു നടക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനിയും നിരവധി പ്രവർത്തകർ ഇവിടെ എത്താനുണ്ട്. അവരെല്ലാം എത്തിച്ചേരും. അദ്ദേഹത്തിനോട് അത്രയേറെ സ്നേഹവും ബഹുമാനം ഞങ്ങൾ ഇന്നും വച്ചു പുലർത്തുകയാണ്. അതാണ് സാഹചര്യം. നമുക്ക് മറ്റു ചില പ്രതികരണങ്ങൾ കൂടി നോക്കാം. ഉമ്മൻചാണ്ടിയെ കാത്തിരിക്കുകയാണോ? നേരിട്ട് മുമ്പ് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം. എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ആവശ്യം സാധിച്ചിട്ടുണ്ട്. ഈ അദ്ദേഹം നഷ്ടമാവുമ്പോൾ ഒരു വലിയ വിടവായി തോന്നുന്നുണ്ടല്ലേ? അതെ, വലിയ ദുഃഖത്തിലാണ്. എങ്ങനെ ഓർക്കുന്നു? നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു. ഈ നേതാവിനെ കണ്ട് ഇനിയുള്ള തലമുറകൾ ഇത് പാഠമാക്കി വെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു. കോൺഗ്രസിന് മാത്രം ഒരു വലിയ നഷ്ടമല്ല അല്ലേ, പൊതുസമൂഹത്തിന് ഒരു വലിയ നഷ്ടം. അതെ, പൊതുസമൂഹത്തിന് തന്നെയാണ്. കോൺഗ്രസിന് മാത്രമല്ല, നമ്മുടെ തലമുറയ്ക്ക് പോലും വലിയൊരു നഷ്ടം തന്നെയാണ്. ബഹുമാന്യനും ആദരണീയനുമായ നേതാവ്, നമ്മളെ കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിനെ ജീവിച്ചിരുന്ന സമയത്ത് കാണാൻ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇന്നലെ മുതൽ അദ്ദേഹത്തിനെ കാണാൻ മണിക്കൂറുകളോളം ഇതിലുണ്ടത് കാത്തിരിക്കേണ്ടി വന്നു. ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏത് സമയവും എപ്പോഴും എവിടെ വെച്ചും കാണാം. അത്രയും മഹനീയമായ ഒരു നേതാവായിരുന്നു, ഈ ജനങ്ങളുടെ നേതാവ്. ഒരു രാഷ്ട്രീയവും പാർട്ടിയിൽ നിന്ന് തന്നെ ഇവിടെ ഇരിക്കുന്ന CPM-കാരാണ് കൂടുതൽ. CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ ഇരിക്കുകയാണ്. ജനകീയനായ ഒരു നേതാവാണ്, ജനകീയനായ ഒരു നേതാവ്. ഒരു രാഷ്ട്രീയവുമില്ല. ഉമ്മൻചാണ്ടി സാർ അതുപോലെ ജനങ്ങളുമായി അത്രയും നല്ല ഭരണമാണ് അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചത്. താങ്കൾ കോൺഗ്രസ് പ്രവർത്തകനാണോ? താങ്കൾ കോൺഗ്രസ് പ്രവർത്തകനാണോ? അതെ. ഉമ്മൻചാണ്ടിക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളിനി ഇല്ല. പൊതുപ്രവർത്തകനാണ്. ഒരു രാഷ്ട്രീയം നോക്കിയല്ല, ആരെന്ത് ചെന്നാലും എന്തും സഹായിച്ചു കൊടുക്കും. സൗമ്യമായ മനസ്സ്, ഏറ്റവും നല്ല മനുഷ്യൻ, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആള്.
അതാണ് അദ്ദേഹത്തിന്റെ അടുത്ത പാർട്ടി പ്രവർത്തകർ, ഒപ്പം തന്നെ നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ ഈ റോഡിന്റെ സൈഡുകളിലും മറ്റും കാണുന്നത് നേരത്തെ പ്രതികരിച്ച വ്യക്തി സൂചിപ്പിച്ചതുപോലെ പ്രതിഭ നമ്മൾ വരുന്ന വഴി നമ്മൾ കണ്ട ഒരു കാഴ്ചയായിരുന്നു. CPIMന്റെ ലോക്കൽ കമ്മിറ്റി ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലി അർപ്പിക്കുക. ഒരുപക്ഷെ കേരളം പലതുകൊണ്ടും മാതൃകയാണ്. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ആ ആദരാഞ്ജലി CPIM സാധാരണ അത്ര പതിവില്ല. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരിക്കലുമില്ല. കാരണം CPMനെ ഏറ്റവും ശക്തമായി എതിർത്തിരുന്നത് CPM ഓരോ തവണയും പുതിയ പുതിയ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഉമ്മൻചാണ്ടി വിടവാങ്ങുമ്പോൾ അർപ്പിക്കുന്ന ആദരാഞ്ജലി രാഷ്ട്രീയത്തിനും ഔപചാരികതയ്ക്കും അപ്പുറത്തേക്ക് പോവുകയാണ്. സജിത്ത് തന്നെ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദീർഘമായ അനുസ്മരണക്കുറിപ്പിനെ കുറിച്ച് സൂചിപ്പിച്ചു. പല മന്ത്രിമാരുടെ അനുസ്മരണം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നത് സംസ്ഥാനത്തിന്റെ മന്ത്രി കോട്ടയത്തുകാരനായ VN വാസവനാണ്. 2 വട്ടം 87-ലും 91-ലും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച VN വാസവനാണ് പ്രതിപക്ഷ നേതാവായിരുന്ന, എതിർപക്ഷത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയെ അനുഗമിച്ചു വരുന്നത്. എന്റെ ഓർമ്മയിൽ പ്രതിപക്ഷത്തെ ഒരു പ്രമുഖ നേതാവിന്റെ നേതാക്കൾ മരിക്കുമ്പോൾ ആദരാഞ്ജലി അർപ്പിക്കും, അന്തിമോപചാരം അർപ്പിക്കാനൊക്കെ പോകുമെങ്കിലും വിലാപയാത്രയെ അനുഗമിക്കുന്നു എന്നുള്ള അത്യപൂർവമായ ഒരു കാഴ്ചയും നമ്മൾ കാണുന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ഇത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പല സ്ഥലത്തും CPM പരസ്യമായി തന്നെ ഫ്ലെക്സും ബോർഡുകളും സ്ഥാപിച്ച് ആദരാഞ്ജലി അർപ്പിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ അല്പസമയം സംസാരിച്ച ആ ചേച്ചി പറയുകയായിരുന്നു CPIMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ എന്നോട് പറഞ്ഞു, കിളിമാനൂരിലെ പഴയ കുന്നുമ്മൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ, അദ്ദേഹം അല്പം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള പ്രവർത്തകർ എന്നോട് പറഞ്ഞു അദ്ദേഹം അതീവ ദുഃഖത്തോടുകൂടി ഇവിടെ വന്ന് നിൽക്കുകയാണ്. കാര്യം അദ്ദേഹം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ സഹായവുമായി എത്തിയത് ഉമ്മൻചാണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഈ പുതുപ്പള്ളിയിലെ മൊത്തം വോട്ടർമാരും കോൺഗ്രസ്സുകാരല്ല. പുതുപ്പള്ളിയിലെ മൊത്തം വോട്ടും കോൺഗ്രസിന്റെ UDFന്റെ പെട്ടിയിലുള്ളതല്ല. CPMന്റെ അടക്കം വോട്ട് വാങ്ങിയാണ് ഉമ്മൻചാണ്ടി അവിടെ ജയിക്കുന്നതെന്നുള്ളത് ഇരുപക്ഷത്തിനും അറിയാം. കാരണം പുതുപ്പള്ളി ജയിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ MLA ആയിരുന്നില്ല, കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നില്ല, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നില്ല, പുതുപ്പള്ളിയുടെ മാത്രം മന്ത്രിയും ആയിരുന്നില്ല അദ്ദേഹം. ഇത്തരം പരിഗണനകളൊന്നും അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു കടലാസമായി ഒരു ജനുവൻ നിവേദനവുമായി എത്തുന്നവരുടെ പരാതി യഥാർത്ഥമാണോ, കഴമ്പുള്ളതാണോ, അത് പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിക്കും എന്നുള്ളതാണ് ഇന്നും പലയിടത്തു നിന്നും രേഖപ്പെടുത്തുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ജനസമ്പർക്ക പരിപാടി. കഴിഞ്ഞ ദിവസം PH കുര്യന്റെ ഒരു അനുസ്മരണം കണ്ടു. നമ്മുടെ IAS റിട്ടയർ ചെയ്ത സിവിൽ സർവീസ് എന്ന അദ്ദേഹം ഒരിക്കൽ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ വസതിയിലെത്തുന്ന ക്ലിഫ് ഹൗസിൽ അർദ്ധരാത്രി 12 മണി. അപ്പോൾ സാധാരണ ഏത് നേതാവിനും ഏത് ഉദ്യോഗസ്ഥന്റെയും ഫ്രീ ടൈം അന്നേരം ഉണർന്നിരിക്കുകയാണെങ്കിൽ ഒരു കെട്ട് കടലാസുകൾക്കിടയിലാണ് ഉമ്മൻചാണ്ടി. അതായത് കിട്ടിയ നിവേദനങ്ങൾ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, സാർ ഇത് ഓരോന്നും നേരിട്ട് നോക്കണോ സ്റ്റാഫിലെ? അല്ല, ഇതിൽ ഓരോന്നിലുമുള്ളത് ജനുവനാണെങ്കിൽ എനിക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെങ്കിൽ, ഈ ബ്യൂറോക്രസിക്കും ചുവപ്പ് നാടയ്ക്കും അപ്പുറം ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് ഒരു വലിയ കാര്യമായിരിക്കും എന്നുള്ള ഈ പ്രദീപ്, ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യം, ഈ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്ന് അദ്ദേഹം മാറിയിട്ട് ഇപ്പം 7 വർഷത്തോളം പിന്നിടുകയാണ്. പക്ഷേ അധികാരമില്ലെങ്കിൽ കൂടിയും ആ അവസരം ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം സാധിച്ചു. അതായത് പ്രത്യേകിച്ച് കോവിഡാണ് പലരും അനുസ്മരിക്കുന്ന ഒരു ഘടകം. കാരണം കോവിഡ് കാലത്ത് അദ്ദേഹം ഒരു MLA മാത്രമാണ്. MLAയുടെ അധികാരങ്ങൾക്ക് പരിമിതിയുണ്ട്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ചില സ്വാധീനമൊക്കെ ഉണ്ട് ചിലയിടങ്ങളിൽ. ആ സാഹചര്യം ഉപയോഗിച്ച് അദ്ദേഹം സമാന്തരമായ ഒരു ഓഫീസ് സംവിധാനം അദ്ദേഹത്തിന്റെ വീട്ടിൽ സജ്ജമാക്കുന്നു. ആൾ കുടുങ്ങിക്കിടക്കുന്നവരെ ബന്ധപ്പെടുന്നു, അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, തന്റെ സഹപ്രവർത്തകരെ, തന്റെ രാഷ്ട്രീയ ശിക്ഷകണങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്ന കാഴ്ചകൾ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. സജിത്ത്, ഈ കാഴ്ച ഞാൻ നേരിട്ട് കണ്ടതാണ്. അവിടെ അഭിമുഖത്തിനായി അദ്ദേഹത്തിന്റെ ഈ 50 വർഷം MLA 50 വർഷം പൂർത്തിയാക്കിയ ആ വേളയിലെ അഭിമുഖത്തിനായി അവിടെ ചെല്ലുമ്പോൾ ഉള്ള കാഴ്ച തുരുതുരെ ഒരു കയ്യിൽ മൊബൈൽ ഫോൺ, മറുഭാഗത്ത് ലാൻഡ് ഫോൺ, രണ്ടിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അല്ലെങ്കിൽ കൂടെയുള്ളവർ ഓരോരുത്തരുടെ പേരും നമ്പറും എഴുതിയെടുക്കുന്നു, സ്ഥലം എഴുതിയെടുക്കുന്നു. ഇത് കഴിഞ്ഞ് ഈ ലിസ്റ്റ് വെച്ചിട്ട് ഫോളോ അപ്പ് ആണ്. വെറുതെ ശരി നോക്കാം, പരിഹരിക്കാം, അല്ലെങ്കിൽ ഒരു നേതാവിൽ നിന്ന് കിട്ടുന്ന ഒരു ആശ്വാസവചനമായിരുന്നില്ല. സജിത്ത് പറഞ്ഞ പോലെ സമാന്തരമായി ഒരു ഓഫീസ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട്, അത് ഇവിടെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ, ഗൾഫിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ വ്യക്തിബന്ധങ്ങൾ, അതുപയോഗിച്ചുകൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്താൻ, ഇവരെ നാട്ടിലെത്തിക്കാനുള്ള മാർഗങ്ങൾ ആരാഞ്ഞു. അതിൽ പലതും വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ മറ്റൊരു കാര്യം, ഈ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ എതിരാളികളെ കുറിച്ച് പറയുമ്പോൾ പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ എതിരാളികളായിരുന്ന
പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ എതിരാളികൾ ആരൊക്കെയായിരുന്നു, അവരുടെ പ്രതികരണം കൂടെ ശ്രദ്ധേയമാണ് ഈ ഘട്ടത്തിൽ. അതിൽ നമ്മൾ വാസവന്റെ കാര്യം പറഞ്ഞു. അതിലൊന്ന് ജെയ്ക് സി തോമസ്, കഴിഞ്ഞ തവണ അദ്ദേഹത്തെ പ്രധാനമായി എതിരിട്ട വ്യക്തി. ജെയ്ക് സി തോമസ് പൊതുവിൽ രാഷ്ട്രീയ രംഗത്ത് ഒരു പരുക്കൻ എന്നതാണ്, ഒരു യുവാക്കൾക്കിടയിലെ പരുക്കൻ എന്നാണ് പൊതുവിലുള്ള ഒരു ഇമേജ്. പക്ഷേ ജെയ്ക്കിന്റെ വാക്കുകൾ കേട്ടത് മാർക്സിയൻ തത്വങ്ങളിൽ ഊന്നിയ ഒരു മനുഷ്യത്വമുള്ള കോൺഗ്രസുകാരൻ എന്നതാണ്. എന്നാലും അതായത് ഉമ്മൻചാണ്ടിയെ ഒന്നും പുകഴ്ത്താൻ ഇവരാരും മടി കാണിക്കുന്നില്ല. അതെ, അതുകൊണ്ട് രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നോ, അതല്ലെങ്കിൽ അത് ശരിയാണോ എതിരാളിയെ, അതും തെരഞ്ഞെടുപ്പ് ഗോതയിലെ എതിരാളിയെ? വാസവന്റെ കാര്യത്തിലും അത് തന്നെ. 2 വട്ടം ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ച വാസവനും ജെയ്ക് സി തോമസും പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിടത്ത് തന്നെ തുടങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ലോക്കൽ കമ്മിറ്റികൾ വരെ CPM-ന്റെ അല്ലെങ്കിൽ ബ്രാഞ്ച് തലം വരെ പരസ്യമായി ആദരാഞ്ജലി അർപ്പിക്കാനോ പരസ്യമായ സ്നേഹം പ്രകടിപ്പിക്കാനോ പരസ്യമായി അദ്ദേഹത്തെ പുകഴ്ത്താനോ നല്ല ഗുണങ്ങൾ പറയാനോ മടി കാണിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഉമ്മൻചാണ്ടി വേറിട്ട് നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന നേതാവ്, ജനനായകൻ വ്യത്യസ്തനാകുന്നത്. സജിൻ ചേട്ടാ, ഇവിടെ ഈ CPM നേതാക്കളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടോ? എന്താണ് CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ഇതിനകത്ത് രാഷ്ട്രീയമില്ല. അത്രയും ജനകീയനാണ് നമ്മുടെ നേതാവ്. CPI-ക്കാരും CPM-കാരും മുഴുവൻ ജനകീയമായ വ്യാപാരി വ്യവസായികൾ മുഴുവൻ ആളുകളും നമ്മുടെ ഈ കിളിമാനൂർ ജംഗ്ഷനിൽ ഉണ്ട്. എല്ലാവരും ജനകീയനായ നേതാവ്. നമുക്കറിയാം, ഞാനൊരു അവസരത്തിൽ ഒരു പാവപ്പെട്ടൊരു കുടുംബത്തിനെയും കൊണ്ട് ഞാൻ അവിടെ തള്ളി ജനകീയ സദസ്സ് ട്രിവാൻഡ്രത്ത് നടന്നപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു സ്റ്റേഡിയത്തിൽ. അദ്ദേഹം ആ സെക്കൻഡിൽ തന്നെ 50,000 രൂപ കുടുംബത്തിന് കൊടുക്കുകയും ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നിരുന്നു. എന്റെ നാട്ടിൽ അടയമൺ എന്ന ദേശത്ത് ഒരു ചെറിയ വീട്ടിൽ അപ്പം തന്നെ വീടിന് പൈസ അനുവദിക്കുകയും APL കാർഡായിരുന്ന റേഷൻ കാർഡ് ആ സെക്കൻഡിൽ അദ്ദേഹം അവിടെ വെച്ച് തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി. പ്രതിഭ, ഇവരൊക്കെ പറയുമ്പോഴേ ഓർമ്മ വരുന്ന ഒരു കാര്യം, ഈ നിയമക്കുരുക്കുകൾ പലതരത്തിലുണ്ടാവും. സർക്കാർ സംവിധാനങ്ങൾക്ക് ചിലപ്പോൾ ആഗ്രഹിച്ചാൽ പോലും പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ ഉമ്മൻചാണ്ടി ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി പറഞ്ഞിരുന്നത്. അതെ, ഈ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 50ഓളം ഇത്തരം ഗുണമില്ലാത്ത അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപദ്രവകരമായ 50ഓളം നിയമങ്ങൾ ഒന്നുകിൽ റദ്ദാക്കപ്പെട്ടു അല്ലെങ്കിൽ പൊളിച്ചെഴുതപ്പെട്ടു. നമ്മൾ ഓർക്കണം, ഇത് ഉണ്ടാക്കുന്നതിനേക്കാൾ സങ്കീർണമാണ് ഇതൊന്ന് ഭേദഗതി ചെയ്യാനോ അല്ലെങ്കിൽ റദ്ദാക്കാനോ. ഇതിൽ പലരും സഹിത്ത് പറഞ്ഞതുപോലെ തന്നെ അർഹതയുണ്ടെന്ന് പൂർണ്ണബോധ്യമുണ്ടെങ്കിൽ പോലും ഉദ്യോഗസ്ഥനായി എഴുതി വച്ചിരിക്കുന്ന ചട്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയാതെ സാങ്കേതികമായി മറുപടിയിൽ അവസാനിച്ചിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി അതിനെ എങ്ങനെ മറികടക്കാം എന്നായിരുന്നു എന്നും ആദ്യത്തെ ആലോചന. ഏതായാലും ഈ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം, അതായത് ഈ ഉമ്മൻചാണ്ടി അനുസ്മരണങ്ങളുടെ ഇടയിൽ വന്ന ഒരു കാര്യമാണ് PC ജോർജ് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞതായി കേൾക്കുന്നു. അതായത് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ PC ജോർജ് കടന്നു വരുന്നു. അപ്പോൾ ഒരു പ്രായം ചെന്ന സ്ത്രീ അവിടെയുണ്ട്. അവർ ലിഫ്റ്റിന് താഴെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവരെ കടത്തിവിടാൻ ലിഫ്റ്റ് ഓപ്പറേറ്ററോട് പറഞ്ഞപ്പോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർ PC ജോർജിനോട് പറഞ്ഞു അത്രേ, അവർ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്തോ ഒരു ഉറപ്പ് കൊടുത്തു, ഒരു ജോലി കൊടുക്കാമെന്ന്. ആ ഉറപ്പ് സാധിക്കുന്നവരെ അവർ താഴെ കാത്തു നിൽക്കുകയാണ്. ഒടുവിൽ PC ജോർജും മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഉമ്മൻചാണ്ടിയോട് ഈ കാര്യം അദ്ദേഹം കൂടി ശുപാർശ ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇത്തരം ശുപാർശകളെല്ലാം നിയമനമായി മാറുകയും സർക്കാരിന്റെ ഏതോ ഒരു ഗാർഡനിൽ ചെടി നോക്കുന്ന ഒരു ജോലിക്ക് വേണ്ടി അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിനൊടുവിൽ ഇത് നിയമസഭയിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ മുന്നിൽ ഈ പരിഗണനയ്ക്ക് വന്നപ്പോൾ പ്രതിപക്ഷത്തിരുന്ന PC ജോർജ് നിയമനങ്ങളെ ആകെ എതിർത്തു. അങ്ങനെ ഉമ്മൻചാണ്ടി ഒരു പ്രതിസന്ധിപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ PC ജോർജിനോട് ചോദിച്ചു അത്രേ, ഈ ജോർജ് തന്നെ അന്ന് ശുപാർശ ചെയ്തില്ലേ ആ സ്ത്രീയുടെ അപേക്ഷയുടെ കാര്യം. അതായത് ആ ചെറിയ കാര്യം പോലും ഒരു മുഖ്യമന്ത്രിക്ക് മുന്നിൽ വരുന്ന വലിയ നിവേദനങ്ങളിൽ ഒന്നുപോലും പ്രത്യേകം ഓർത്തെടുക്കാൻ അദ്ദേഹം പ്രത്യേക പരിഗണന കാണിക്കുകയും അപ്പോൾ ജോർജിനത് മനസ്സിലാവുകയും ജോർജ് അപ്പോഴുയർത്തിയ തടസ്സവാദങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു എന്നാണ് ഒരു കഥ. അതെ, എന്തായാലും ഇതാണെന്ന് ഉമ്മൻചാണ്ടി. അല്ലാതെ പ്രഖ്യാപനങ്ങളിൽ അല്ലെങ്കിൽ തുറന്ന ജീപ്പിലെ കൈവീശലിൽ ഒതുങ്ങുന്ന ഒരു നേതാവായിരുന്നില്ല. പരാതി അല്ലെങ്കിൽ നിവേദനം അല്ലെങ്കിൽ ആവശ്യം ജനുവിനാണെങ്കിൽ അത് എങ്ങനെ നടത്തി എടുക്കാം, അതാണ്. വലിപ്പച്ചെറുപ്പമില്ല. ഇതിലും വലിയ ശുപാർശകൾ വരും, വലിയ പദ്ധതികൾക്ക് വേണ്ടിയുള്ള ആവശ്യം വരും, അല്ലെങ്കിൽ പാലമോ റോഡോ അടക്കമുള്ള വലിയ സംഗതികൾ. അതിനിടയിലും ഒരാളുടെ ഒരു താൽക്കാലിക ജോലി അല്ലെങ്കിൽ ഒരു ചെറിയ ജോലിക്കായൊരു അപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ അതിനും തുല്യ പരിഗണന നൽകിയിരുന്നു എന്നുള്ളിടത്താണ് ഉമ്മൻചാണ്ടി വ്യത്യസ്തനാവുന്നത്. എന്തായാലും ഇവിടെ ജനക്കൂട്ടം വർദ്ധിച്ചു വരുന്നു. ചെറിയ രീതിയിൽ മാനം കറക്കുന്നുണ്ട്. നമ്മൾ വന്ന വഴിയിൽ കണ്ടു, മഴ പെയ്തു തുടങ്ങി, അതിനുശേഷം മാനം തെളിഞ്ഞു. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട റൂട്ടിലൂടെ, ഉമ്മൻചാണ്ടി എന്നും സഞ്ചരിക്കാൻ ആഗ്രഹിച്ച റൂട്ടിലൂടെയാണ്
ന്യൂസ് 18 സംഘവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക്, തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്ക് എല്ലാ ആഴ്ചയും അങ്ങോട്ടും ഇങ്ങോട്ടും കർമ്മനിരതരായിരുന്നപ്പോൾ നടത്തിയിരുന്ന യാത്രയുടെ വഴിയിലൂടെ ഇന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവുമായി ആ വാഹനവ്യൂഹം, ആ വിലാപയാത്ര കടന്ന് വരികയാണ് ഒരിക്കൽ കൂടി. പക്ഷേ ഇത്തവണത്തെ വ്യത്യാസം, ഇനി കുഞ്ഞുഞ്ഞിന് തലസ്ഥാനത്തേക്ക് ഒരു മടക്കയാത്രയില്ല. ഊണും ഉറക്കവും ഇല്ലാതെ പ്രവർത്തനക്ഷമമായിരുന്ന ആ ഒരു ജീവിതം ഇവിടെ സമാപിക്കുകയാണ്. ഒരുപക്ഷെ ഇനിയായിരിക്കും അദ്ദേഹം സമാധാനമായി ഒന്ന് ഉറങ്ങുക, അല്ലേ സജിത്? ഇനിയാണ് അദ്ദേഹം വിശ്രമിക്കുക എന്ന് ഇന്നലെ നമ്മുടെ ക്യാപ്ഷൻ ഇട്ടപ്പോൾ ഒരു പ്രയോഗം വന്നു. യഥാർത്ഥത്തിൽ അതാണ് സംഭവിക്കുക. ഇനിയാണ് ഉമ്മൻചാണ്ടിക്ക് വിശ്രമം. ആ ഏകാന്തത മാത്രം ഒരുപക്ഷെ അദ്ദേഹം എങ്ങനെ നേരിടുമെന്നറിയില്ല. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അഭിമുഖത്തിലും പറഞ്ഞു, ഈ ആൾക്കൂട്ടം ഒരിക്കലും ഒരു ശല്യമായി തോന്നാറില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആൾക്കൂട്ടം ഇല്ലെങ്കിലാണ് ഞാൻ അസ്വസ്ഥനാകുന്നത്, ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് ഏറ്റവും അധികം ഞാൻ ഭയക്കുന്നത് ഏകാന്തതയാണെന്നാണ്. അത് ഈ കോവിഡ് കാലത്തും തുടർന്നുള്ള രോഗകാലത്തും ഒരു പക്ഷേ ഈ പലരും ഇതിനൊന്നും ഒരു ശാസ്ത്രീയ അടിസ്ഥാനമൊന്നുമില്ലെങ്കിലും പലരും പറഞ്ഞു കേട്ട്, നമ്മുടെ സഹപ്രവർത്തകർ പോലും പറഞ്ഞത്, ഇദ്ദേഹത്തെ ഇങ്ങനെ ഒറ്റയ്ക്ക് കോവിഡ് കാലത്തും രോഗകാലത്തും ഒറ്റയ്ക്ക് വിടാതെ പഴയ പോലെ ആൾക്കൂട്ടത്തിന് നടുവിൽ വിട്ടിരുന്നുവെങ്കിൽ അതിൽ നിന്ന് ഊർജ്ജം സമ്പാദിച്ച് അദ്ദേഹം കുറെ കൂടി ശക്തനായേനെ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലായിരുന്നു ആൾക്കൂട്ടവും ഉമ്മൻചാണ്ടിയും, അല്ല? തീർച്ചയായും. ഈ കോട്ടയത്തൊക്കെ പറയുന്ന ഒരു കഥയുണ്ട്. ഉമ്മൻചാണ്ടി വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പോലും അത് ആളുകളെ ഇടിച്ചു നിർത്തി, അതായത് വാഹനയാത്ര അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷനുള്ള ഒരു വലിയ അവസരമാണ്. കാരണം അത്രമേൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടക്കണം, ആളുകളുമായി ബന്ധപ്പെടണം എന്നതാണ്. കാരണം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പൊതുവിൽ പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളിലുള്ളത് പൊതുവിൽ അല്പം വായനാശീലമുള്ളവരൊക്കെയാണ്. പക്ഷേ ഉമ്മൻചാണ്ടി അതൊന്നും വ്യത്യസ്തനാണ്. അദ്ദേഹത്തിന് പത്രവായനയ്ക്കപ്പുറത്തേക്കുള്ള വലിയ പരന്ന വായനാശീലമോ അത്തരം സംഭവങ്ങളോ ഇല്ല. പക്ഷേ ഈ സമയമൊക്കെ അദ്ദേഹം ചെലവഴിക്കുന്നത് ജനങ്ങളുമായുള്ള സംവേദനത്തിലാണ്. ഓരോ ചെറിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന്റെ ഒരു സൊല്യൂഷനുണ്ട്. ഇത് നേരിട്ട് നമ്മളും ചില അവസരങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ വർഷങ്ങളായ പരിചയമുള്ളവരെല്ലാവർക്കും പറയാനുള്ള അനുഭവവും അങ്ങനെ തന്നെയാണ്. ഏതായാലും ഈ യാത്ര തുടരുകയാണ്. നമ്മുടെ ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിയും ഞാനും സജിത്തും അടങ്ങുന്ന സംഘം ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്ര ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഇനി അടുത്തൊരു പോയിന്റിൽ ഇതുപോലെ കാത്തു നിൽക്കുന്നവർക്കിടയിൽ നിന്ന് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്താം. ബാക്ക് ടു യു, അഭിലാഷ്.